അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരളത്തില് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ കേരള യാത്ര. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ഇന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ് അതിന്റെ പ്രോഗ്രാം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് നടന്നിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ഈ ഒരു കേരള യാത്രയിൽ അതിൽ നല്ലൊരു അച്ചടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ അച്ചടക്കം എന്ന് പറയുമ്പോൾ ആളുകള് വലിയ ശബ്ദമുയർത്താതെ ഷൗട്ട് ചെയ്യാതെ അതിന്റെ ഒരു ക്രമത്തില് എങ്ങനെയൊക്കെയാണ് വാഹനങ്ങൾ വേണ്ടത്, ഏത് രീതിയിലാണ് ബാനർ വേണ്ടത്, ആളുകൾ എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മള് ഈ ഒരു ഓരോ വീഡിയോ നമുക്ക് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലൂടെയും കേരള യാത്ര കടന്നു പോകുമ്പോൾ നമ്മുടെ SYSന്റെയും SSFന്റെയും SBS കുഞ്ഞു മക്കൾ പോലും നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ വലിയ ആളുകൾ മുതൽ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പോവാണ്, ഉസ്താദിനെ സ്വീകരിക്കുകയാണ്. എന്തൊരു അച്ചടക്കമാണ് അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മതപണ്ഡിതൻ എന്ന് പറയുന്നത് അത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ആയിരിക്കും. ഈ ഒരു 96-ാം വയസ്സിലും ഇങ്ങനെയൊരു യാത്ര അദ്ദേഹത്തിന് നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത എത്രയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എ.പി. ഉസ്താദിന്റെ ആദ്യത്തെ കേരള യാത്ര നടക്കുന്നത് 1999-ലാണ്. രണ്ടാമത്തെ കേരള യാത്ര നടക്കുന്നത് 2012 കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ കേരള യാത്ര നമ്മുടെ 2026 1-ാം തീയതി മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 2012 കാലഘട്ടത്തില് ഈ ഒരു കേരള യാത്ര നടത്തിയപ്പോൾ അതിന്റെ ഒരു ക്യാപ്ഷന് നമ്മൾ കണ്ടിട്ടുണ്ടാവും, മാനവികതയെ ഉണർത്തുക എന്നതാണ്. അതുപോലെ തന്നെ 2026 കേരള യാത്രയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ്. ഈ ഒരു മാനവികതയെ ഉണർത്താം അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ളത് ജനങ്ങളെ എല്ലാവരെയും ഒത്തുചേർത്ത് പിടിക്കുന്ന ഒരു ക്യാപ്ഷനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ മുസ്ലിമുകളുടെ എ.പി. ഉസ്താദ് മുസ്ലിമാണ്, മുസ്ലിമുകളുടെ വേണ്ടിയാണ് ഈ ഒരു യാത്ര എന്നുള്ളതിന് മാത്രം അതിനായിട്ടൊരു ക്യാപ്ഷൻ ഇവിടെ നൽകിയിട്ടില്ല. മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഇതിനൊരു ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത്. ഇപ്പോ എത്ര ആളുകളാണ് എ.പി. ഉസ്താദിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു കേരള യാത്ര നടത്തുന്നത് എന്തിനാണ് ചോദിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, സമസ്തയുടെ 100-ാം വാർഷികം വരുന്നുണ്ട്. 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കേരള യാത്ര നടത്തുന്നത്. അനേകം കാര്യങ്ങൾ പൊതുസമൂഹത്തെ വേർതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു കാലത്ത് അനേകം വേർതിരിവുകൾ ഭിന്നിപ്പിന് വേണ്ടിയുള്ള കാരണങ്ങളാൽ ഭരണകൂടങ്ങൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത്, ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത്, വർഗീയതയും തീവ്രവാദയും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഈ ഒരു കാലത്ത്, എന്റേതെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഈ ഒരു കാലത്ത് എല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയാനുള്ളതാണ് കേരള യാത്ര എന്ന് പറയുന്നത്. സ്റ്റേജില് മുസ്ലിങ്ങൾ എന്നല്ല, പല മതത്തിലുള്ളവരുടെയും പല രാഷ്ട്രീയത്തില് പല രീതിയിലുള്ള ആളുകളും ആ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാപ്ഷൻ അതാണ് അർത്ഥമാക്കുന്നത്, മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഈ ഒരു ക്യാപ്ഷൻ അർത്ഥമാക്കുന്നത്. നമ്മുടെ എ.പി. ഉസ്താദിന്റെ വാഹനങ്ങൾ നമ്മൾ വീഡിയോയിലൂടെയും മറ്റും കണ്ടിട്ടുണ്ടാവും, അവിടെ നേരിട്ട് കണ്ടവരും ഉണ്ടാവും. എ.പി. ഉസ്താദിന്റെ വാഹനം എന്ന് പറയുന്ന ഒരു കാരവാനിൽ അല്ല എ.പി. ഉസ്താദ് യാത്ര ചെയ്യുന്നത്. എ.പി. ഉസ്താദ് ഓരോ ജില്ലയിൽ എത്തുമ്പോഴും എവിടെയാണോ സ്വീകരണം നൽകുന്നത് എന്ന് അവിടെയുള്ള സ്റ്റേജിനടുത്ത് ഈ ഒരു എ.പി. ഉസ്താദിന്റെ കാരവാൻ നിർത്തിയിടും. എ.പി. ഉസ്താദിന്റെ പ്രഭാഷണ സമയത്ത് മാത്രം എ.പി. ഉസ്താദ് സ്റ്റേജിൽ ഇരിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്ത് മുഴുവനും ആ ഒരു കാരവാന്റെ ഉള്ളില് ദിക്റുകളും നിസ്കാരങ്ങളുമായിട്ട് വിശ്രമിക്കലാണ് പതിവ്. നമ്മുടെ കേരള യാത്രയില് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറിന്റെ ഉപനായകന്മാരായിട്ട് ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും നയിക്കുന്നുണ്ട്. എത്ര ജനങ്ങളാണ് ആ ഒരു കാഴ്ച കാണാനായിട്ട് അല്ലെങ്കിൽ എ.പി. ഉസ്താദിനെ കാണാനായിട്ട് ആ ഒരു സ്വീകരണം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്നത്തെ സമൂഹത്തെ ഓരോ ഭരണകർത്താക്കളും ഓരോ പദ്ധതി പാസ്സാക്കുമ്പോഴും അതിന്റെ ഫലം ഓരോ കോർപ്പറേറ്റുകൾക്കുമാണ് പോകുന്നത്. നികുതി അടക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്കൊരു പദ്ധതികളും ഉണ്ടാവുന്നില്ല. ഗാന്ധിജി പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആത്മാവ്
ഗ്രാമങ്ങളിലാണ് കൂടിക്കൊള്ളുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സമൂഹം വളരെയധികം മാറിയിരിക്കുകയാണ്. അവരെന്നെ ഹെൽപ്പ് ചെയ്താൽ എനിക്കെന്ത് ഗുണമാണുള്ളത്, അല്ലെങ്കിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം ഇങ്ങനെയൊരു യാത്ര നടത്തുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് തൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിലെ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ അടുത്തുള്ളൊരു കുടിലിൽ നിന്ന് കുഞ്ഞു മക്കളുടെ കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ പോയി ചോദിച്ചു, എന്തിനാണ് മക്കൾ കരയുന്നതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഉമ്മ പറഞ്ഞു, ഇവിടുത്തെ ഉമർ എന്ന ഭരണാധികാരി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, പാലുകുടി കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രം ഭക്ഷണം നൽകിയാൽ മതി എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ഭക്ഷണത്തിനായിട്ട് കരയുകയാണ്. എൻ്റെ കയ്യിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കലത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ കരഞ്ഞിട്ട് കുട്ടികൾ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നോ. ഈ ഒരു മറുപടി കേട്ടപ്പോൾ ഉമർ തങ്ങൾക്ക് സഹിക്കാനായില്ല. ഉമർ തങ്ങൾ നേരെ തൻ്റെ ഖജനാവിലോട്ട് വിട്ടു. എന്നിട്ട് ഒരു ചാക്ക് ഭക്ഷ്യവസ്തുക്കൾ സ്വന്തം മുതുകിൽ ചുമന്നിട്ട് ആ ഒരു ഉമ്മയുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും രാത്രി സമയങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഈ ഒരു സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാതൃക ആയിട്ട് തന്നെയാണ് ഈ ഒരു കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ചമ്പാരൻ എന്ന സ്ഥലത്തേക്കാണ് ഗാന്ധിജി ആദ്യം പോയത്. അവിടെ നീലം കർഷകരുടെ അടുത്തേക്കാണ് ഗാന്ധിജി ആദ്യമായിട്ട് പോയത്. സാധാരണക്കാരായ ജനങ്ങൾ പണിയെടുക്കുന്ന സ്ഥലം നീലം കർഷകരുടെ അടുത്തേക്ക് പോയിട്ട് അവിടുന്നാണ് ഗാന്ധിജി തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അത്രയൊരു നിലയിൽ എത്തിയിട്ടും ആ ഗാന്ധിജി അത് തുടങ്ങി വെച്ചത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നാണ്. അങ്ങനെ നേതാവ് അത്തരമൊരു കാര്യം ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് കാന്തപുരം AP ഉസ്താദും ഈ ഒരു കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ അതിന്റെ പ്രോഗ്രാം നടക്കുകയാണ്. ഇന്നലെ പാലക്കാട് ജില്ലയിലായിരുന്നു. ഓരോ ജില്ലയിൽ നിന്നും കാന്തപുരം ഉസ്താദിനും അതിന്റെ ഉപനായകന്മാരായ ഖലീൽ തങ്ങൾക്കും പേരോട് ഉസ്താദിനും നൽകുന്ന ആ ഒരു സ്വീകരണം കാണുമ്പോൾ ഇത് സന്തോഷമാണല്ലേ. എത്ര ജനങ്ങളാണ് ആ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നത്. ഇപ്പോ മലപ്പുറം ജില്ലയിൽ വെച്ച് ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിന് കാസർഗോഡ് നിന്നുള്ള ആളുകൾ ഉണ്ടാവും, കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും, വയനാട്ടിൽ നിന്നുള്ള ആളുകളും. ഇങ്ങനെ AP ഉസ്താദിന്റെ കൂടെ കേരളയാത്രയിൽ സഞ്ചരിക്കുന്ന എത്ര ആളുകൾ, ഉസ്താദിനെ സ്നേഹിക്കുന്ന എത്ര ആളുകൾ. നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്ത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഒരു കേരളയാത്ര നടക്കുമ്പോൾ പറ്റുന്നവരെല്ലാം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. സ്വന്തം നാട്ടില് സ്വന്തം ജില്ലയിലെത്തുമ്പോൾ എവിടെയാണോ സ്വീകരണ പ്രോഗ്രാം നടക്കുന്നത് അവിടെ പോയിട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഭാഗമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന് അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു കേരളയാത്രയുടെ ഉപനായകന്മാരായ ബദ്രു സാദത്ത് സെയ്ദ് ഖലീലുൽ ബുഖാരി തങ്ങൾക്കും അതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിനും അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഇതുപോലുള്ള കേരളയാത്രകളും മറ്റും സംഘടിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. നമുക്കെല്ലാവർക്കും കേരളയാത്രയിൽ ഭാഗവാക്കാവാൻ തൗഫീഖ് പടച്ച റബ്ബ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.